സംസാരിക്കണം. പഠിക്കാൻ ശ്രമിച്ച സമയത്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ് ആദ്യം പഠിക്കേണ്ടത് മനസ്സിലായി. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന മേഖലയെക്കുറിച്ച്. അപ്പോൾ ആ മേഖലയെക്കുറിച്ച് പഠിച്ചു. എനിക്ക് തോന്നി, മനസ്സിലായി ഇതൊരു എന്താ പറയുക, ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് ആർക്കും ചെയ്യാവുന്നതും ഒരു പാസീവ് ഇൻകത്തിനുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മനസ്സിലായി. അങ്ങനെ ഇരിക്കെ ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ മനസ്സിലായ സമയത്ത് ഞാൻ മറ്റൊരു പണി കൂടി എടുത്തു. പൊട്ടിച്ചു. മറ്റൊരു പണി കൂടി എടുത്തു. എന്താ സംഭവം എന്ന് അറിയോ? ഹലോ, നിങ്ങളിവിടെ എല്ലാവരും ഉണ്ടാവണോ? ഞാനെടുത്ത പരിപാടി എന്താ വെച്ചാൽ, മോഡി കെയർ തന്നെയാണോ നല്ലത്, വേറെ പല കമ്പനികളും ഇവിടെ ഉണ്ടല്ലോ, അതിലേതാണ് നല്ലത് എന്നുള്ളൊരു പഠനം കൂടി നടത്തിയതിൻ്റെ ഇടയിൽ അങ്ങനെ ഞാൻ മനസ്സിലാക്കി, ഒരുപാട് കമ്പനികൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പല കമ്പനികളും ഫ്രോഡാണെന്ന് മനസ്സിലായി. ജെന്യൂനായ പല കമ്പനികളുണ്ട്. എങ്കിൽ എന്തിന് ഞാൻ മോഡി കെയർ ചെയ്യണം? അതിനും നല്ല മറ്റു കമ്പനികൾ ഉണ്ടെങ്കിലോ എന്ന രീതിയിലൊരു പഠനം കൂടി നടത്തിയ സമയത്ത് എനിക്ക് മനസ്സിലായി, മോഡി കെയറിനെ പോലെ ഞാൻ ഏറ്റവും എന്നെ ഇൻട്രസ്റ്റിംഗ് ആക്കിയത് മോഡി കെയറിൻ്റെ പ്രൊഫൈലാണ്, പാരമ്പര്യമാണ്. ആ കമ്പനിയുടെ പാരമ്പര്യത്തെ വെല്ലുന്ന ഒരു പാരമ്പര്യമുള്ള ഒരു കമ്പനി ഇന്ന് ഇന്ത്യയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖല ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. രണ്ടാമതായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അന്ന് ഞാൻ മോഡി കെയറിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം 400-നടുത്ത് പ്രോഡക്ട്സുകളാണ് 400-നടുത്ത് പ്രോഡക്ട്സുകളാണ് കമ്പനിയിലുള്ളത്. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കി, ഇത്രയും കാറ്റഗറിയിലായിട്ട് 400-നടുത്ത് പ്രോഡക്ട്സുകൾ നമുക്ക് നൽകുകയും മാത്രമല്ല കമ്പനിയുടെ വിഷനും മിഷനും എന്നെ കൂടുതൽ ഇൻസ്പയറിംഗ് ആക്കി. കാരണം കമ്പനി പിൻ ടു പ്ലെയിൻ എന്ന് പറയുന്ന അത്രയും പ്രോഡക്ട്സുകൾ ഇവിടേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യും എന്നുള്ളതും വലിയ രീതിയിലുള്ള പ്രൊഡക്ട്സ് കപ്പാസിറ്റി കമ്പനിക്ക് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് കൊടുത്താൽ മതി. ഈ കമ്പനിയുടെ കൂടെ എസ്പെഷ്യലി നല്ലൊരു ലീഡേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലായി. ടീം ഗ്ലോബൽ എന്ന് പറയുന്ന അസോസിയേഷനും ജിഷ സാറും ദിനേശ് നാരായൺ സാറും മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു ടീമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കൊടുത്താൽ മതി, നമ്മൾ എത്തേണ്ടടുത്ത് എത്തുമെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഞാനും അസോസിയേറ്റ് ചെയ്യുന്നത്. അനിയൻ ജോയിൻ ചെയ്ത് 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജോയിൻ ചെയ്തത്. ശേഷം പിന്നീട് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷെ ആ സമയത്തും എൻ്റെ മുന്നിൽ അനിയനെ സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കൊരു വരുമാനം, എനിക്കൊരു അച്ചീവ്മെൻറ്റ് എന്നൊന്നും ഞാൻ ആദ്യം സ്വപ്നം കണ്ടിട്ടില്ലായിരുന്നു. പിന്നീട് മുന്നോട്ട് പോയപ്പോൾ എനിക്ക് തോന്നി, ഞാൻ മനസ്സിലാക്കി ഇത് അനിയന് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ മാത്രമല്ല എനിക്കും നല്ലൊരു വരുമാനം, എനിക്ക് സൗദിയിൽ നിന്ന് എന്ത് ചെയ്യേണ്ട, നാട്ടിലേക്ക് ക്യാഷ് അയക്കാതെ നാട്ടിലെ പരിപാടികളൊക്കെ മോഡി കെയർ കൊണ്ട് നടക്കട്ടെ, അതിന് പറ്റുന്നൊരു പരിപാടിയാണെന്ന് മനസ്സിലായി. അങ്ങനെ അത് ഏറ്റെടുത്തു. സമയത്തിൻ്റെ അവൈലബിലിറ്റി കുറവാണെന്ന് അറിയാം, 2 മിനിറ്റ് കൂടി എടുക്കുന്നു. പിന്നീട് ശേഷം ഞാൻ എന്ത് ചെയ്തു, ആ ഒരു കാഴ്ചപ്പാടിലാണ് മോഡി കെയർ ചെയ്തത്. വീണ്ടും മുന്നോട്ട് പോയപ്പോൾ എനിക്ക് തോന്നി, ഒരിക്കലും എനിക്കൊരു മാസ വരുമാനം വാങ്ങാൻ മാത്രമല്ല വലിയ രീതിയിലേക്കുള്ള എൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനും എനിക്ക് എൻ്റെ ലൈഫ് ലോങ് എനിക്കൊരു പാസീവ് ഇൻകം, ഞാൻ നമ്മുടെ മാതാപിതാക്കളൊക്കെ പിതാക്കന്മാരൊക്കെ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രായമായ ആളുകൾ, അല്ലെങ്കിൽ ഒരു എക്സ് ഗൾഫ് ആളുകളൊക്കെ നോക്കുന്ന സമയത്ത്, ഇവരുടെ ലൈഫ് പിന്നീടുള്ളൊരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ്. അവിടെ ശരിക്കും നമ്മുടെ പ്ലാൻ എന്നെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ മറ്റുള്ള ഒരു ഡിപ്പെൻഡൻസി പ്ലാനിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ട ഒരു കാലഘട്ടം. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ച സമയത്ത് എനിക്ക് മനസ്സിലായി, ഒരിക്കലും ഒരു ഡിപ്പെൻഡൻസി പ്ലാനിൽ വർക്ക് ചെയ്യേണ്ട ആളല്ല ഞാൻ അങ്ങനെ ചെയ്യരുത്. കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു കാലഘട്ടം, എൻ്റെ മരണം വരെ എനിക്ക് വരുമാനം വന്നുകൊണ്ടിരിക്കുകയും നാളെ എൻ്റെ മക്കൾക്ക് ഒരു ഇൻഷുറൻസിനേക്കാൾ വലിയ പരിരക്ഷ മോഡി കെയർ നൽകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ നിൽക്കേണ്ടത് എന്ന് മനസ്സിലാക്കി ഈ ഒരു ഇൻഡസ്ട്രിയെ ഞാൻ അത്രമാത്രം ഇഷ്ടപ്പെടുകയും നമ്മുടെ കമ്പനിയുടെ കൂടെ സ്ഥിതി ചെയ്തു. പിന്നെ വീണ്ടും മുന്നോട്ട് നമ്മുടെ പഠനങ്ങൾ എത്രത്തോളം ഡീപ്പിലേക്ക് പോകുന്നോ അത്രത്തോളം നമ്മുടെ സ്വപ്നങ്ങൾ വളരുകയാണ്. അപ്പോൾ മോഡി കെയറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 100 കാർ അച്ചീവേഴ്സിന് എൻ്റെ ടീമിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. അത് എത്രയും പെട്ടെന്ന് നടക്കുകയും ചെയ്യും, ഒരു ഡൗട്ടും വേണ്ട. കാരണം ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യൽ അത്രമാത്രമാണ്. നമ്മൾ ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യലാണെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത്, പിന്നെ കമ്പനിയുടെ പൊട്ടൻഷ്യൽ. ഇതൊക്കെ നമുക്ക് നല്ലൊരു കോമ്പിനേഷൻ ഇവിടെ ഉണ്ട്. നല്ല കമ്പനി, നല്ല സിസ്റ്റം, നല്ല ലീഡേഴ്സ്, നല്ല പ്രോഡക്ട്സ്, നല്ല ഇൻകം പ്ലാൻ. എന്താ നമുക്ക് വേണ്ടത്? മറ്റൊന്നും വേണം, നമ്മളിവിടെ റെഡി ആയാൽ മതി എന്നൊരു തീരുമാനം എടുത്തു. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതൊരു അച്ചീവ്മെന്റ് അല്ല. പ്ലാറ്റിനം ഡയറക്ടർ എന്ന് പറയുന്ന അച്ചീവ്മെന്റ് ഇന്ന് ഷാവുൽ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു അച്ചീവ്മെന്റ് അല്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളും ഒരു കാര്യം ഉറപ്പിച്ച് തീരുമാനം എടുക്കുക. മോഡി എന്ന് പറയുന്ന വെറുതെ കുട്ടികളി കളിക്കാനുള്ള കളിയല്ല, വളരെ സീരിയസ് ആയിട്ട് പറയണേ. ഇത് വെറും ഒരു കുട്ടികളില്ല, വളരെ സീരിയസ് ആയിട്ട്. കാരണം 15 വർഷമായിട്ട് സൗദിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. വിദേശ രാഷ്ട്രങ്ങളിൽ ചൈനയിൽ പോയിട്ടുണ്ട്, UAE പോയിട്ടുണ്ട് എൻ്റെ ബിസിനസ്സിൻ്റെ ആവശ്യമായിരുന്നു. അപ്പം മോഡി കെയർ ഞാൻ മനസ്സിലാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വ്യാപ്തി കിടക്കുന്നത് നമ്മൾ അവിടെ ചെയ്തതിൻ്റെ ഒരു 10% ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ പറയുന്നു എൻ്റെ 10% ഞാൻ കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഇവിടെ കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ എത്തിയിട്ടുള്ള പ്ലാറ്റ്ഫോം ഒരിക്കലും ചെറുതല്ല, വലുതാണ്. പഠിക്കുക, ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് പഠിക്കാൻ തയ്യാറാവുക, പിടിച്ചു നിൽക്കുക. ആരെ?
2 കൈ, ഒരു കൈ അപ്പ് ലൈൻ, ഒരു കൈ ഡൗൺ ലൈൻ. ഈ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയ പ്ലാറ്റ്ഫോമാണ് മോഡിക്ക് എന്ന് പറഞ്ഞിരുന്നു. താങ്ക് യു വിഷ് ഓൾ ദി വെരി ബെസ്റ്റ്. കേൾക്കണ്ട